ആരും പേടിക്കണ്ട, ഞങ്ങൾ പഴയ ഐറ്റമായിട്ട് വന്നതാണ്. അപ്പോൾ ഷാപ്പ് റെസ്റ്റോറൻറ്റ് അറിയുന്ന എല്ലാവർക്കും ഇതെന്താ സാധനം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ കോഴിക്കോട് ഷാപ്പിലെ മാങ്ങ കല്ലിലിടിച്ചത് കഴിക്കാൻ വന്നതാണ് കേട്ടോ. കോഴിക്കോട് ഷാപ്പുള്ളത് ഗോകുലം മോളിലും പിന്നെ കുറ്റിച്ചിറയാണ്. ഞങ്ങളിപ്പോൾ ഗോകുലം മോളിലെ ഷാപ്പിലാണുള്ളത്. റാഷിഖാൻ്റെ എക്സ്പ്രഷൻ കണ്ടോ? ചുറ്റുമുള്ള ടേബിളിലൊക്കെ ഇരിക്കുന്നവരുടെ കണ്ണുകൾ നമ്മളെ ടേബിളിലേക്കാണെന്ന് അറിയുമ്പോഴുള്ള ഒരു പ്രത്യേകതരം എക്സ്പ്രഷനാണത്. ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അമ്മാതിരി അടിയല്ലേ ഈ ടേബിളിൽ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്താലുള്ള ഒരു പ്രത്യേകത ഇതാണ്, ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നിട്ടോ. അത് പിന്നെ പച്ചമാങ്ങ കണ്ടാൽ അങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് ഉള്ളിയും നല്ല ചുട്ട മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് അടിച്ചെടുത്തതാണെങ്കിൽ. ഈ കറങ്ങി വരുന്ന ഐറ്റമാണ് പോത്തുപാൽ പെരട്ടും തേങ്ങാച്ചോറും. ജിയമോളുടെ ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റം. ജിയമോൾ ഇപ്പോൾ ഇവിടെ പോയാൽ മെനു നോക്കാതെ പറയും അവൾക്ക് തേങ്ങാച്ചോറ് മതി എന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ തേങ്ങാച്ചോറ്. ഇങ്ങനെയാണ് ഇത് കിട്ടുക, ഒരു 3-4 പീസ് പപ്പടമൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. വായിലിട്ടാൽ അങ്ങനെ ഇറങ്ങിപ്പോവും, ഒന്നും മോശം പറയാനില്ല, അത്രയും ടേസ്റ്റി സാധനമാണ് കേട്ടോ. ഒരിക്കൽ മാത്രം പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ബീഫ് ഒരു ഇച്ചിരി ഹാർഡായിരുന്നു. അതൊഴിച്ചാൽ ഞങ്ങളുടെ അവിടുത്തെ ഫേവറേറ്റ് ഗോ ടു ഫുഡാണ് ഈ പോത്തുപാൽ പെരട്ടും തേങ്ങാച്ചോറും. എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീല് അതന്നെ. അപ്പോൾ ഇതും സൂപ്പറാണ് കേട്ടോ. അടുത്ത മെയിൻ ഐറ്റമാണ് കാളാഞ്ചി ഫിഷ്. പിന്നെ പ്രസൻറ്റേഷനാണ് ഇവരുടെ മെയിൻ. പക്ഷെ പ്രസൻറ്റേഷൻ മാത്രമല്ല, എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എല്ലാ ഫുഡും നമ്മൾ കാളാഞ്ചി ഫിഷ് നമ്മുടെ ടേബിളിൽ തന്നെ വെച്ചിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാന സാധനം ഞങ്ങൾക്ക് കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ മസാല. ഫിഷ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു മസാല കൂട്ടിയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ പൊറോട്ടയോ ചോറോ എന്താന്ന് വെച്ചാൽ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കലാപരിപാടി ഇത് അവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ എത്രയാണ് റേറ്റും ചോദിക്കുന്നവർക്ക് ഇതാ ബില്ല്.